ഗവൺമെന്റിന് ഒരു അടിയന്തരമായിട്ടുള്ള ഒരു നിവേദനം സമർപ്പിക്കുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇപ്പോഴേ പാഠ്യപദ്ധതി പരിഷ്കരണം വളരെ പ്രധാനമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം പാഠ്യപദ്ധതിയിലും പാഠപുസ്തകങ്ങളിലുമായിട്ട് വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന ചില തെറ്റായ വിവരങ്ങൾ, തെറ്റിദ്ധാരണകൾ തിരുത്തണമെന്നും പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള ഒരു വിവരം ജനങ്ങൾക്ക് കൊടുക്കണമെന്നും അത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുകൊണ്ട് പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയുള്ള നിവേദനം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒക്കെ സമർപ്പിക്കാൻ നമ്മൾ ഇന്ന് ഉടൻ തന്നെ സമർപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പത്രസമ്മേളനം. അതായത് വാട്ടർ ഫ്ലൈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ കാലമായിട്ട് മനുഷ്യമൂത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനവും ഗവേഷണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതായത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മൂത്രത്തെക്കുറിച്ച് വന്നിരിക്കുന്നത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പകരം അതിൻ്റെ ശരിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഈ 2013 നടന്നിരിക്കുന്ന ഗവേഷണം ആൽബർട്ട യൂണിവേഴ്സിറ്റി നടന്നിരിക്കുന്നതാണ്. അവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള 10-20 ശാസ്ത്രത്തിൽ 7 കൊല്ലം നീണ്ടുന്ന ഒരു പരിശ്രമത്തിലൂടെ അവർ ഇതുവരെയുള്ള പാഠപുസ്തകങ്ങളിലുള്ള വിവരങ്ങൾ തെറ്റാണ് യൂറിനെ കുറിച്ചുള്ളത് എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. അവർ പറയുന്നു 3079 മോളിക്യൂളുകൾ അടങ്ങിയതാണ് മനുഷ്യമൂത്രം. ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയതനുസരിച്ചാണ്, ഇനിയും ഉണ്ടാകാം. പക്ഷേ ഈ വിവരങ്ങളല്ല നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത്. MBBS പോലും പഠിക്കുന്നതല്ല. സാധാരണ ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഡേവിഡ് ബിഷാർട്ട് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ MBBS ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും 100 ഘടകങ്ങളിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 20 ഘടകങ്ങൾ മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ. 95% വെള്ളമാണെന്നും ബാക്കി 5% യൂറിയ ഉൾപ്പെടെയുള്ള 3079 ഘടകങ്ങൾ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് 20 മാത്രം നമ്മൾ പഠിക്കുന്നത്. അത് തെറ്റാണ്, അത് തിരുത്തണം. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഡോക്ടർ ബിഷാർട്ട് പറയുന്നു മൂത്രത്തിലുള്ളത് ഹോർമോണുകളാണ്, എൻസൈമുകളാണ്, വിറ്റാമിനുകളാണ്, ധാതുലവണങ്ങളാണ്, ആന്റിബോഡികളാണ്, മൂലകോശങ്ങളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ചൈനീസ് ശാസ്ത്രജ്ഞരും അമേരിക്കൻ ശാസ്ത്രജ്ഞരും ഒക്കെ നടത്തിയിരിക്കുന്ന ഗവേഷണങ്ങളോട് അവർ മൂലകോശങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുത സിദ്ധിയുള്ള ഔഷധ മൂല്യമുള്ള ഒരു ഘടകമാണ്. അത് മൂത്രത്തിലുണ്ട് എന്നുള്ളത് യൂറിൻ ഡെറൈവ്ഡ് സ്റ്റെം സെൽസിനെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല. അവർ പഠിക്കുന്നിടത്താണ് മൂത്രം ഒരു മലിന വിസർജ്യമാണ്, അത് മലിന വസ്തുവാണ്, വേസ്റ്റാണ്, ശരീരത്തിന് ആവശ്യമില്ലാത്ത ബോഡി വേസ്റ്റ് ദിവസേന ഒഴുക്കിക്കളയുന്നതാണ് എന്നാണ് പഠിക്കുന്നത്. അതേവസരത്തിൽ ഡോക്ടർ ഡേവിഡ് ബിഷാർട്ട് പറയുന്നു നമ്മൾ ദിവസേന ഒഴുക്കിക്കളയുന്നത് ഈ ഉത്തമമായിട്ടുള്ള പോഷകങ്ങളാണ്, ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ വിവരങ്ങളല്ല ഇവിടെ കൊടുക്കുന്നത്. മറ്റൊരു വളരെ അമൂല്യമായിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ മൂത്രമുണ്ടായത് കുടിക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള വിജ്ഞാനം. അത് പാഠപുസ്തകങ്ങളിലില്ല. മൂത്രമുണ്ടായത് കുടിക്കാനാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു മൂത്രമുണ്ടായത് കുടിക്കാനാണ്. ആർക്ക് കുടിക്കാൻ? ഗർഭസ്ഥ ശിശുവിന് കുടിക്കാൻ. ഗർഭസ്ഥ ശിശു ആയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ എവിടെയും ഉണ്ടോ എന്ന് പറഞ്ഞാൽ മൂത്രം കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ വിവരം നമ്മുടെ പാഠപുസ്തകങ്ങളിലുണ്ടോ? ഗർഭസ്ഥ ശിശു 2.5 മാസം പ്രായമാകുമ്പോൾ അതിന്റെ മൂത്രസഞ്ചിയിൽ മൂത്രം എത്തുന്നു. അതോടുകൂടി അത് അവിടെ തന്നെ ഒഴിക്കുന്നു. മൂത്രം എന്ന് പറഞ്ഞാൽ കരട് വഴിയും ശ്വാസകോശം വഴിയും പ്ലീഹ വഴിയും ലിംഫനോഡ് വഴിയും വേർപ്പ് വഴിയും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലഡിലുള്ള പ്ലാസ്മ എന്ന് പറയുന്ന 55% വരുന്ന പോഷകങ്ങൾ നിറഞ്ഞ ഭാഗമാണ് കിഡ്നിയിലേക്ക് ഫിൽട്ടർ ചെയ്ത് വരുന്നത്. അത് എക്സസ് ആയതുകൊണ്ട് ഫിൽട്ടർ ചെയ്ത് വരികയും വീണ്ടും തിരിച്ച് ബ്ലഡിലേക്ക് പോവുകയും വീണ്ടും കിഡ്നിയിലേക്ക് വരികയും അങ്ങനെ ഒരു 24 മണിക്കൂറിനുള്ളിൽ 180 ലിറ്ററിലധികം ഈ ഫിൽട്രേറ്റ് കിഡ്നിക്കകത്തേക്ക് വരുമ്പോൾ അതിൽ 1% താഴെ മാത്രമാണ് മൂത്രസഞ്ചിയിലേക്ക് പോകുന്നതുള്ളൂ. അത് ഗർഭസ്ഥ ശിശുവിന്റെ മൂത്രസഞ്ചിയിലാണ് ആദ്യം വരുന്നതെന്നും അത് അവിടെ തന്നെ കുഞ്ഞൊഴിക്കുകയും അത് അമ്നിയോട്ടിക് സഞ്ചി എന്ന് പറയുന്ന സഞ്ചിക്കുള്ളിൽ ഒഴിക്കുകയും അതിൽ മുങ്ങിക്കിടക്കുകയും അത് കുടിച്ചുകൊണ്ടേയിരിക്കുകയും മൂക്കിലൂടെ ശ്വാസകോശത്തിനകത്തേക്ക് എത്തിക്കുകയും കണ്ണിനകത്തും ചെവിക്കകത്തും എത്തിക്കുകയും സ്കിന്നിലൂടെ ആഗിരണം ചെയ്ത് രക്തത്തിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴിയാണ് കുഞ്ഞ് വളരുന്നത്.